ഡിയർ സ്റ്റുഡൻസ്, മേരീസ് ഫിസിക്സ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ട്രാൻസ്വേഴ്സ് വേവ്സിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫിഗർ 1.10 എയിൽ കാണിച്ചിരിക്കുന്ന ആക്ടിവിറ്റി നോക്കുക. ഒരു സ്പ്രിങ് നെയിൽ ഉപയോഗിച്ച് ടേബിളിൽ ഫിക്സ് ചെയ്തിരിക്കുന്നു. ആ സ്പ്രിങ്ങിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് ഒരു സ്ട്രിങ് അല്ലെങ്കിൽ ഒരു ചരട് ഒരു പുള്ളി വഴി കടത്തിവിട്ടിരിക്കുന്നു. അറ്റത്ത് 50 ഗ്രാം വെയിറ്റ് തൂക്കിയിട്ടിരിക്കുന്നു. ഈ സ്പ്രിങ് കണ്ടിന്യൂസ് ആയിട്ട് പ്രസ് ചെയ്യുകയും റിലീസ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഈ സ്ട്രിങ്ങിലെ പാർട്ടിക്കിൾസ് മുകളിലോട്ടും താഴോട്ടും മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ സ്പ്രിങ് കണ്ടിന്യൂസ് ആയിട്ട് പ്രസ് ചെയ്യുകയും റിലീസ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഈ സ്ട്രിങ്ങിൽ ഒരു വേവ് ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഫിഗർ 1.10b നോക്കിയാൽ സ്ട്രിങ്ങിൽ ഉണ്ടാകുന്ന വേവ് മനസ്സിലാക്കാം. ഈ സ്ട്രിങ്ങിലെ പാർട്ടിക്കിൾസിന് ട്രാൻസ്ലേറ്ററി മോഷൻ ഉണ്ടാകുന്നില്ല. അതായത് ഒരെൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് മൂവ് ചെയ്യുന്നില്ല. ഈ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്. സ്ട്രിങ്ങിലെ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത് മുകളിലോട്ടും താഴോട്ടുമാണ്. അതായത് സ്ട്രിങ്ങിലെ പാർട്ടിക്കിൾസ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. സ്ട്രിങ്ങിൽ ഉണ്ടായ ഈ വേവിന് ട്രാൻസ്വേഴ്സ് വേവ് എന്നാണ് പറയുന്നത്. ഒരു മീഡിയത്തിലൂടെ ഒരു വേവ് കടന്നു പോകുമ്പോൾ ആ വേവിൻ്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആയിട്ട് ആ മീഡിയത്തിലെ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുകയാണെങ്കിൽ അത്തരം വേവ്സിന് ട്രാൻസ്വേഴ്സ് വേവ്സ് എന്നാണ് പറയുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ പാർട്ടിക്കിൾസ് ഇൻ ദ സ്ട്രിങ് വിത്ത് റെസ്പെക്ട് ടു ദ ഇക്വിലിബ്രിയം പൊസിഷൻ? സ്ട്രിങ്ങിലെ പാർട്ടിക്കിൾസ് മുകളിലോട്ടും താഴോട്ടുമാണ് മൂവ് ചെയ്യുന്നത്. ഇവിടെ പാരലൽ ഓർ പെർപെൻഡിക്കുലർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്ട്രിങ്ങിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് സ്ട്രിങ്ങിലെ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത്. സോ പെർപെൻഡിക്കുലർ എന്നതാണ് ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഡസ് ഈച്ച് പോയിന്റ് ഓൺ ദ സ്ട്രിങ് മൂവ് പാരലൽ ഓർ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ് ഫോംഡ് ഇൻ ദ സ്ട്രിങ്? ആൻസർ പെർപെൻഡിക്കുലർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഡു ദ പാർട്ടിക്കിൾസ് ഓൺ ദ സ്ട്രിങ് അണ്ടർഗോ റിസൾട്ടന്റ് ട്രാൻസ്ലേറ്ററി മോഷൻ അതർ ദാൻ മൂവിംഗ് വെർട്ടിക്കലി അപ്പ് ആൻഡ് ഡൗൺ ഫ്രം ദെയർ ഇക്വിലിബ്രിയം പൊസിഷൻ? സ്ട്രിങ്ങിലെ പാർട്ടിക്കിൾസ് ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് അപ്പ് ആൻഡ് ഡൗൺ മോഷൻ നടത്തുക മാത്രമേ ചെയ്യുന്നുള്ളൂ, അതോ ഒരു ട്രാൻസ്ലേറ്ററി മോഷൻ ഈ പാർട്ടിക്കിൾസിന് ഉണ്ടാകുന്നുണ്ടോ? നോ എന്നാണ് ആൻസർ. ട്രാൻസ്വേഴ്സ് വേവ്സ് എന്താണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കുക. വെൻ ദ പാർട്ടിക്കിൾസ് ഓഫ് എ മീഡിയം വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ് ദേ ആർ കോൾഡ് ട്രാൻസ്വേഴ്സ് വേവ്സ്. സ്പ്രിങ് പ്രസ് ചെയ്യുകയും റിലീസ് ചെയ്യുകയും ചെയ്യുമ്പോൾ സ്ട്രിങ്ങിൽ ഉണ്ടാകുന്ന വേവ് എങ്ങനെയാണെന്ന് ഫിഗർ 1.10bയിൽ കാണിച്ചിരിക്കുന്നത് നോക്കുക. സ്ട്രിങ്ങിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷന്റെ മുകളിലോട്ട് കാണപ്പെടുന്ന പോർഷന് ക്രസ്റ്റ് എന്നും താഴോട്ട് കാണപ്പെടുന്ന പോർഷന് ട്രഫ് എന്നുമാണ് പറയുന്നത്. ഇൻ ട്രാൻസ്വേഴ്സ് വേവ്സ് ദ എലിവേറ്റഡ് പോർഷൻസ് ഫ്രം ദ ഇക്വിലിബ്രിയം പൊസിഷൻ ആർ കോൾഡ് ക്രസ്റ്റ് ആൻഡ് ദ ലോവസ്റ്റ് പോർഷൻസ് ഫ്രം ദ ഇക്വിലിബ്രിയം പൊസിഷൻ ആർ കോൾഡ് ട്രഫ്സ്. ഫിഗർ 1.10c നോക്കുക. ഒരു സ്ലിംഗി ടേബിളിൽ വെച്ചിരിക്കുന്നു. ആ സ്ലിംഗിയുടെ രണ്ടറ്റവും സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. അതിനുശേഷം ഒരെൻഡ് മുകളിലോട്ടും താഴോട്ടും കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യിക്കുക. ഈ സ്ലിംഗിയിൽ ഒരു വേവ് ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. വേവിൻ്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്. ഈ കോയിൽ മൂവ് ചെയ്യുന്നത് മുകളിലോട്ടും താഴോട്ടുമാണ്. അതായത് വേവിൻ്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് കോയിൽസ്
മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സ്ലിങ്കിയിൽ ഉണ്ടായിരിക്കുന്ന വേവ് ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ആർ ദ കോയിൽസ് മൂവിംഗ് പാരലൽ ഓർ പെർപെൻഡിക്കുലർ ടു ദ വേവ് ഫോം ക്രിയേറ്റഡ് ഓൺ ദ സ്ലിങ്കി? Perpendicular is the answer. Which type of waveform is formed in the slingy? Transverse waves. So ഈ സ്ലിങ്കിയുടെ രണ്ടറ്റവും സ്ട്രെച്ച് ചെയ്തിട്ട് അതിൻ്റെ ഒരെൻഡ് മുന്നോട്ടും പുറകോട്ടുമാണ് കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യിക്കുന്നതെങ്കിൽ ആ സ്ലിങ്കിയിൽ ഉണ്ടാകുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആയിരിക്കും. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. സ്ലിങ്കിയുടെ എൻഡ് മുകളിലോട്ടും താഴോട്ടുമാണ് കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യിക്കുന്നതെങ്കിൽ ആ സ്ലിങ്കിയിൽ ഉണ്ടാകുന്ന വേവ്സ് ട്രാൻസ്വേഴ്സ് വേവ്സ് ആയിരിക്കും. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എല്ലാം ട്രാൻസ്വേഴ്സ് വേവ്സ് ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചതാണ്. റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ് റേസ്, വിസിബിൾ ലൈറ്റ്, അൾട്രാവയലറ്റ് റേസ്, എക്സ്-റേസ് ആൻഡ് ഗാമ റേസ് ആർ electromagnetic waves. These waves are transverse waves. Transverse wavesന്റെയും longitudinal wavesന്റെയും ചില ക്യാരക്ടറിസ്റ്റിക്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഈ ക്യാരക്ടറിസ്റ്റിക്സ് ക്ലാസിഫൈ ചെയ്ത് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ നോക്കുക. പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്. അത് ട്രാൻസ്വേഴ്സ് വേവിന്റെ പ്രത്യേകതയാണ്. രണ്ടാമത്തെ നോക്കുക. കംപ്രഷൻസ് ആൻഡ് റേറിഫാക്ഷൻസ് ആർ ഫോംഡ്. അത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന്റെ പ്രത്യേകതയാണ്. മൂന്നാമത്തെ പോയിന്റ് നോക്കുക. പ്രഷർ വേരിയേഷൻസ് ഒക്കർ ഇൻ ദ മീഡിയം. മീഡിയത്തിൽ പ്രഷർ വേരിയേഷൻസ് ഉണ്ടാകുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന്റെ കേസിലാണ്. നാലാമത്തേത് ക്രസ്റ്റ് ആൻഡ് ട്രഫ്സ് ആർ ഫോംഡ്. ഇത് ട്രാൻസ്വേഴ്സ് വേവ്സിന്റെ കേസിലാണ്. അഞ്ചാമതായിട്ട് തന്നിരിക്കുന്ന നോക്കുക. പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വൈബ്രേറ്റ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്. വേവിന്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് പാരലൽ ആയിട്ട് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന്റെ കേസിലാണ്. ആറാമതായിട്ട് പറഞ്ഞിരിക്കുന്ന നോക്കുക. നോ പ്രഷർ വേരിയേഷൻസ് ഒക്കർ ഇൻ ദ മീഡിയം. മീഡിയത്തിൽ പ്രഷർ വേരിയേഷൻസ് ഒന്നും ഉണ്ടാകാത്തത് ട്രാൻസ്വേഴ്സ് വേവ്സിന്റെ കേസിലാണ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന്റെ പ്രത്യേകതകൾ നോക്കാം. പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വൈബ്രേറ്റ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്. കംപ്രഷൻസ് ആൻഡ് റേറിഫാക്ഷൻസ് ആർ ഫോംഡ്. പ്രഷർ വേരിയേഷൻസ് ഒക്കർ ഇൻ ദ മീഡിയം. ട്രാൻസ്വേഴ്സ് വേവ്സിന്റെ പ്രത്യേകതകൾ. പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വൈബ്രേറ്റ് perpendicular to the direction of propagation of the wave. Crusts and troughs are formed. No pressure variations occur in the medium. Features of waves ആണ് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോടും മേരീസ് ഫിസിക്സ് ക്ലാസ്സിനെ കുറിച്ച് പറയണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.